നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. കഴിഞ്ഞ അധ്യായത്തിൽ പ്രധാനമായും ഋതവാക്മുനി, രേവതി, ദുർദമം ഇവരുടെയൊക്കെ കഥകളാണ് പറഞ്ഞത്. എങ്ങനെയാണ് രേവതി നക്ഷത്രം ഉണ്ടായതെന്നും രേവതിയുടെ വിവാഹം ദുർദമ മഹാരാജാവുമായിട്ട് നടന്നതെന്നൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഈ അധ്യായത്തിൽ ഈ ഭാഗവതം കേൾക്കാനുള്ള വിധിയെപ്പറ്റിയാണ് പറയുന്നത്, പുരാണ ശ്രവണത്തിനുള്ള വിധിയെപ്പറ്റി. അഥ പഞ്ചമോധ്യായഃ ഭാഗവത ശ്രവണവിധി. ഋഷയ ഊജു. ഋഷിയും സൂതനും തമ്മിലുള്ള സംവാദമാണല്ലോ നടക്കുന്നത്. ഋഷയ ഊജു. ശ്ലോകം 1. സൂതസൂത മഹാഭാഗ ശ്രുതം മാഹാത്മ്യമുത്തമം അധുനാ ശ്രോതുമിച്ഛാമ പുരാണശ്രവണേ വിധിം. മഹാഭാഗനായ ഹേ സൂത, ഉത്തമമായ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം കേട്ട് കഴിഞ്ഞു. ഇനി പുരാണ ശ്രവണത്തിനുള്ള വിധി എന്താണെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. സൂത ഉവാച. ശ്ലോകം 2. ശ്രൂയതാം മുനയഃ സർവേ പുരാണശ്രവണേ വിധിം നരാണാം ശൃണ്വതാം യേന സിദ്ധിഃ സ്യാത് സർവകാമികീ. മഹർഷിമാരെ, നിങ്ങളെല്ലാവരും കേൾക്കിൻ. പുരാണ ശ്രവണത്തിനുള്ള വിധി ഇത് കേൾക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് സർവസിദ്ധികളും ഉണ്ടാകും. ശ്ലോകം 3. ആദൗ ദൈവജ്ഞമാഹൂയ മുഹൂർത്തം കൽപ്പയേത് സുധീഃ ആരഭ്യ ശുചിമാസം തു മാസഷ്ടകം ശുഭാവഹം. ദൈവജ്ഞനെ വിളിച്ച് ശുഭമായ മുഹൂർത്തം നിശ്ചയിക്കുകയാണ് ബുദ്ധിയുള്ളവർ ആദ്യം ചെയ്യേണ്ടത്. മിഥുനം തുടങ്ങി 6 മാസം പുരാണ ശ്രവണത്തിന് യോജിച്ച സമയമാണ്. ശ്ലോകം 4. ഹസ്ത്വാശി മൂലപുഷ്യർക്ഷേ ബ്രഹ്മമൈത്രേന്ദു വൈഷ്ണവേഃ സപ്തിഥൗ ശുഭവാരേജ പുരാണശ്രവണം ശുഭം. അത്തം, അശ്വതി, മൂലം, പൂരം, രോഹിണി, തിരുവോണം, മകയിരം, അനിഴം എന്നീ നക്ഷത്രങ്ങളും നല്ല ആഴ്ചയും തിഥിയും പുരാണ ശ്രവണത്തിന് ഉത്തമമാണ്. ശ്ലോകം 5. ഗുരുഭാദ്വേദവേദാബ്ജ ശരാംഗാബ്ധിഗുണൈക്രമാത് ധർമാബ്ധിരിന്ദിരാപ്രാപ്തി കാര്യസിദ്ധി പരം സുഖം. 6ാമത്തെ ശ്ലോകം കൂടി പാരായണം ചെയ്യാം. പീഡാധ ഭൂപതിഭയം ജ്ഞാനപ്രാപ്തിക്രമാത് ഫലം പുരാണശ്രവണേ ചക്രം ശോധയേത് ശിവഭാഷിതം. ഏത് നക്ഷത്രത്തിലാണോ വ്യാഴം ആ നക്ഷത്രം തുടങ്ങി എണ്ണുക. ആ നക്ഷത്രം തുടങ്ങി 4 നാളുകളിൽ ശ്രവിച്ചാൽ ധർമ്മപ്രാപ്തി. അതുമുതൽ 4 നാളുകളിൽ ശ്രവിച്ചാൽ ഐശ്വര്യം. പിന്നെയും അടുത്ത നാളിൽ ശ്രവിച്ചാൽ കഥാസിദ്ധി. പിന്നെയും അതുമുതൽ പിന്നത്തെ 5 നാളുകളിൽ ശ്രവിച്ചാൽ സുഖപ്രാപ്തി. അടുത്ത 6 നാളുകളിൽ കേട്ടാൽ രാജഭയം. അടുത്ത 3 നാളുകളിൽ ജ്ഞാനപ്രാപ്തി. ഇതാണ് ക്രമത്തിലുള്ള ഫലങ്ങൾ. പുരാണശ്രവണം ആരംഭിക്കുന്നതിന് മുൻപായി ശങ്കരപ്രോക്തമായ ഈ ചക്രം അവശ്യം
പരിശോധിപ്പിക്കേണ്ടതാണ്. ശ്ലോകം 7. അഥവാ പ്രീതയേ ദേവ്യ നവരാത്രചതുഷ്ടയേ ശൃണുയാദന്യമാസേപി തിഥിവാരർഷശോധിതേ. അഥവാ ദേവി പ്രീതിക്കായി നവരാത്രിയുടെ 4 നാളുകളിലും നല്ല നാളുകളും തിഥികളും നോക്കി മറ്റു മാസങ്ങളിലും ശ്രവിക്കാം. ശ്ലോകം 8. സംഭാരം താദൃശം കാര്യം വിവാഹാദൗ ച യാദൃശം നവാഹയജ്ഞേ ചാപ്യസ്മിൻ വിധേയം യജ്ഞതോ ബുധൈഹൈ. വിവാഹാദി കർമ്മങ്ങൾക്ക് ഏതെല്ലാം പ്രകാരത്തിലുള്ള സംഭാരങ്ങൾ ചെയ്യണമോ അതെല്ലാം ക്ലേശിച്ചായാലും അറിവുള്ളവർ ഈ നവാഹയജ്ഞത്തിലും ചെയ്തിരിക്കണം. ശ്ലോകം 9. സഹായ ബഹവകാര്യ ദംഭലോഭവിവർജിതാഃ ചതുരാച്ഛവദാന്യച്ഛ ദേവീ ഭക്തപരാഹരാഃ. സഹായികളായി കുറേ പേരെ വയ്ക്കണം. അവർ ദംഭം, ലോഭം എന്നിവ ഇല്ലാത്തവരും മിടുക്കന്മാരും ദാനശീലരും ദേവീഭക്തിയുള്ളവരും ശ്രേഷ്ഠരും ആയിരിക്കണം. ശ്ലോകം 10. പ്രേഷ്യായത്നേന വാർത്തേയം ദേശേ ദേശേ ജനേ ജനേ ആഗന്തവ്യമിഹാവശ്യം കഥാദേവ്യാ ഭവിഷ്യതി. ദേശം തോറും ഗൃഹം തോറും പണിപ്പെട്ടായാലും ഈ വാർത്ത എത്തിക്കണം. ഇവിടെ ദേവീ ഭാഗവത കഥ നടക്കാൻ പോകുന്നു എന്നെല്ലാവരെയും അറിയിക്കണം. എല്ലാവരും വന്നു ചേരുകയും വേണം. ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യം അധ്യായം 5 10 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.